നമ്മുടെ കേരളത്തിലുള്ളവരുടെ പേരിൻ്റെ കൂടെ ഇനീഷ്യൽ മാത്രം കൊടുക്കുന്ന സംവിധാനം തെറ്റാണെന്ന് പറഞ്ഞാൽ നിങ്ങൾ അംഗീകരിക്കുമോ? എൻ്റെ അറിവിൽ കേരളത്തിൽ മാത്രം കണ്ടുവരുന്ന ഒരു പ്രതിഭാസമാണെന്ന് വേണമെങ്കിൽ പറയാം. ഫോർ എക്സാമ്പിൾ അനൂപ് കെ അല്ലെങ്കിൽ അനൂപ് എം. ഈ ഒരു എമ്മിൻ്റെ ഫുൾ ഫോം പലപ്പോഴും എവിടെയും കൊടുക്കാറില്ല. ഇതുകൊണ്ട് പ്രശ്നം വരുന്നത് ഭാവിയിലാണ്. ഒരു ഉദാഹരണം പറയാം. ഞാൻ രണ്ടാളുടെ ഈക്വലൻസി, അവരുടെ ഡിഗ്രി സർട്ടിഫിക്കറ്റ് ഈക്വലൻസി ചെയ്യുന്ന സമയത്ത് രണ്ടാളും ഒരേ യൂണിവേഴ്സിറ്റിയിൽ പഠിച്ച ആളുകളാണ്. ഒരാളുടേത് ഒരു ദിവസം കൊണ്ട് അപ്രൂവൽ വന്നു, മറ്റൊരാളുടെ ഏകദേശം 2 മാസത്തോളം ഡിലേ വന്നു. കാരണം ഇതായിരുന്നു, ഒരാളുടെ പേര് വരുന്നത്, ഒരു ഉദാഹരണം പറയുകയാണ്, അനൂപ് എം. ആ എം എന്നുള്ളത് മാത്രമാണ്. എന്നാൽ മറ്റേ ആളുടെ പേരിൻ്റെ ഫുൾ ഫോം, ഇനീഷ്യൽ എന്താണോ അതിൻ്റെ ഫുൾ ഫോം കൂടെ വന്നിട്ടുള്ള പേരാണ്. ആ ആളുടേത് അപ്പോൾ തന്നെ അപ്രൂവ് ആയി 2 ദിവസം കൊണ്ട്. എന്നാൽ മറ്റേ ആളുടേത് എന്തുകൊണ്ടാണ് ഈ പേര് ഇങ്ങനെ വന്നിട്ടുള്ളത്, പാസ്പോർട്ടിലൊരു പേരും എഡ്യൂക്കേഷൻ സർട്ടിഫിക്കറ്റിൽ ഇങ്ങനെ ഒരു പേരും എന്തുകൊണ്ട് വന്നു എന്നുള്ളൊരു കാരണം കാണിക്കണം എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു റിട്ടേൺ ആയത്. രക്ഷിതാക്കൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ്, ബർത്ത് സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്യുന്നത് മുതൽ ആളുടെ എഡ്യൂക്കേഷൻ കംപ്ലീറ്റ് ആവുന്നത് വരെ പേര് ഇനീഷ്യൽ അല്ല കൊടുക്കേണ്ടത്, അത് ഫുൾ ഫോം തന്നെ കൊടുക്കണം. ഞാനിവിടെ യുഎയിലാണ്. ഇവിടെ യുഎയിലൊക്കെ ഏതൊരു കുട്ടിയുടെയും ബർത്ത് സർട്ടിഫിക്കറ്റ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇനീഷ്യൽ അല്ല, ആ ഇനീഷ്യലിൻ്റെ ഫുൾ ഫോമോട് കൂടിയിട്ടുള്ള പേരാണ്. ഈവൻ ഇന്ത്യൻ ആവട്ടെ, ഏത് നാഷണാലിറ്റി ആവട്ടെ, അവരുടെയൊക്കെ പേരിൻ്റെ കൂടെ ഇനീഷ്യലിൻ്റെ ഫുൾ ഫോമാണ് വരുന്നത്. നമ്മുടെ നാട്ടിൽ മാത്രം ഡ്രൈവിംഗ് ലൈസൻസ്, എഡ്യൂക്കേഷൻ സർട്ടിഫിക്കറ്റ്, പാസ്പോർട്ട് അല്ലാത്ത എല്ലാത്തിലും ഇനീഷ്യൽ മാത്രമാണ്. അത് പിന്നീട് വേറൊരു രാജ്യത്തേക്ക് പോകുമ്പോഴാണ് ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. അപ്പോൾ ഇനി മുതൽ നമ്മുടെയൊക്കെ കുട്ടികളുടെ പേര് കൊടുക്കുന്ന സമയത്ത് ഇനീഷ്യൽ എന്നത് മാത്രം ഒഴിവാക്കിയിട്ട് ഫുൾ ഫോം കൂടെ കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് ഭാവിയിൽ വളരെ ഉപകരിക്കും എന്ന് കൂടെ അറിയിക്കുകയാണ്. ഈ ഒരു ഇൻഫർമേഷൻ പരമാവധി ആളുകളിലേക്ക് എത്തിക്കണം എന്ന് കൂടെ അറിയിക്കുന്നു. താങ്ക് യു.